അത് KPCC പ്രസിഡന്റ് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പത്രത്തിൽ വാർത്ത വന്നിരുന്നു. അതിന്റെ പിറ്റേ ദിവസം അതിന്റെ അടുത്ത ദിവസം കണ്ട ദിവസം ഒരു സണ്ണി ജോർജ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ സണ്ണി ജോർജ് എനിക്കറിയില്ല, അങ്ങനെ അതിനെപ്പറ്റി ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വിളിച്ച 2 പേരിൽ ഒരാളാണ് ഈ സണ്ണി ജോർജ്. KPCC പ്രസിഡന്റ് നേരിട്ടാണ് അവിടുന്ന് വിളിച്ചത്, നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതിനെപ്പറ്റി. അപ്പോൾ ഇതറിയില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളം. സത്യമായിട്ടും അത് തന്നെയാണ്. അവർക്ക് എന്ത് നിഷേധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മരണത്തിന്റെ ഇതൊന്നും അറിയാതെ അവസാനത്തെ പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ മരിക്കേണ്ടി വരും, മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്നെഴുതിയതും KPCC പ്രസിഡന്റ് വായിച്ചു. ഇതിൽ അപ്പോൾ KPCC പ്രസിഡന്റിന് ഇത് അറിയാമായിരുന്നു, പ്രതിപക്ഷ നേതാവിന് ഇത് അറിയാമായിരുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കത്ത് കിട്ടിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അറിയാമായിരുന്നോ ശ്രീ വിജേഷ്? ഇല്ല, അതറിയില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരിട്ട് കൊടുത്തിരിക്കുന്നത് IC ബാലകൃഷ്ണന് കൊടുത്തു, ND അപ്പച്ചന് കൊടുത്തിരുന്നോ? കത്ത് കൊടുത്തിട്ടില്ല, അവർക്ക് വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്തത്, കയ്യിൽ കൊടുത്തിട്ടില്ല. ഫോണിൽ കൂടിയാണോ വായിച്ച് കേൾപ്പിച്ചത്? അല്ല, നേരിട്ട് പോയതാ. സഞ്ജയനത്തിന്റെ ആ ദിവസം IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് കണ്ടു. ഈ സഞ്ജയനത്തിൽ IC ബാലകൃഷ്ണൻ പോയിട്ടാണ് നേരിട്ട് കൊടുക്കുന്നത്. ഇല്ല, വന്നിട്ടില്ല. ND അപ്പച്ചൻ വന്നിരുന്നോ വീട്ടിൽ? സുഖാണെന്ന് പറഞ്ഞു. സുഖമില്ലാത്തതുകൊണ്ട് 2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കാം. ഇല്ല, സഞ്ജയനത്തിനന്ന് വന്നില്ല. സഞ്ജയനത്തിന് ഇവരാരും തന്നെ വന്നില്ല. പോവുക ചെയ്തത്. മരണത്തിന് ശേഷം ഈ നേതാക്കന്മാർ ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നു? ഇല്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ. അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ ഈ കത്ത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ IC ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ് പത്മജ? കത്ത് വായിക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ അച്ഛന് ഇത്രയും ബാധ്യതകളുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, കൂട്ടായി തീരുമാനിച്ചിട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മളടുത്ത് കുറേ കാര്യങ്ങളും പറഞ്ഞു. അതായത് 2 ലക്ഷം രൂപ അച്ഛന് അങ്ങനെ കൊടുത്തു, ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്തു, അത്ര പോലും ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കാര്യം ആ കത്ത് നമ്മൾ വായിച്ചു കൊടുക്കുമ്പം അതേ കാര്യം അതിൻ്റെ സത്യാവസ്ഥ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഇതാവുകയാണ് ചെയ്തത്. ഈ IC ബാലകൃഷ്ണന് പണം കൊടുത്ത വിവരം പത്മജയ്ക്കും വിജേഷിനും അറിയാമായിരുന്നോ? ഞങ്ങൾക്ക് അങ്ങനെ അച്ഛൻ്റെ ഒരു ഇതിനകത്ത് പാർട്ടി കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാറില്ല. പിന്നെ ഒരുപാട് പേര് ആദ്യ സമയത്തൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ തന്നെ. കുറച്ചു കാലമായിട്ട് അവരൊന്നും വരാറില്ല. അത് അന്ന് 2022 അങ്ങനെ അച്ഛനൊരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് IC അയച്ച് അച്ഛൻ വലിയതായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ വരവ് കാണാറില്ല, വരുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ മേൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഈ കത്ത്? അഡ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. ഈ സംസ്ഥാനത്തുള്ള ഒരു നേതാവിന് പോലും വിളിച്ചിട്ട് കാര്യം പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുള്ള അവസ്ഥയിൽ ഞാൻ ദേശീയ നേതാക്കൾ എന്തിനാ കത്ത് കൊടുക്കുന്നത്? എല്ലാവർക്കും ഒരേ കണ്ടന്റ് ഒക്കെ സെയിമാണ്. ഇവർക്ക് അയച്ച കണ്ടന്റ് തന്നെയാണ്. അത് ഈ കത്ത് ഏകദേശം 6 പേജുണ്ട്. 6 പേജിലെയും കണ്ടന്റ് ഒരേ കണ്ടന്റ് ആണോ ഈ 5 പേർക്കും എഴുതിയിരിക്കുന്നത്? അതെ, അത് അച്ഛൻ തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് വേറെ കവറിലാക്കി വെച്ചതാണ്. ഓ, അത്രയും തയ്യാറെടുപ്പ് അച്ഛൻ നടത്തി അല്ലേ? അതെ. അപ്പോൾ ആദ്യത്തെ വരി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ അവர்களോട് എന്നാണല്ലോ ഈ കത്തിന്റെ തുടക്കം. അതേപോലെ ഓരോ കത്തിന്റെയും തുടക്കം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെയാണോ? അല്ല, അത് ലാസ്റ്റ് പേര് എഴുതിയ ഒപ്പിടുന്ന സമയത്താണ് അവിടെ VD സതീശൻ എന്നുള്ള ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോപ്പി എന്ന അർത്ഥത്തിലാണ്, കോപ്പി ടു എന്ന അർത്ഥത്തിലാണ് KPCC പ്രസിഡന്റിന് എഴുതിയ കത്തിന്റെ കോപ്പികളാണ് മറ്റുള്ളവർക്ക് കൊടുത്തത് എന്ന അർത്ഥത്തിലാണ്.
അതെ അതെ, കോപ്പി അച്ഛൻ തന്നെ എടുത്ത് സെപ്പറേറ്റ് എല്ലാവരുടെയും അഡ്രസ്സ് മെൻഷൻ ചെയ്ത് കവറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കത്തിൻ്റെ കൂടെ തന്നെ. ഞങ്ങൾക്കുള്ള കത്തും ഇങ്ങനെ കത്തെഴുതിയ വിവരമോ കത്തുണ്ടെന്നുള്ള വിവരമോ എപ്പോഴെങ്കിലും ഈ അച്ഛൻ പറഞ്ഞിരുന്നു? ഇപ്പോൾ ഇവരുടെ ആരോപണം ഈ കത്ത് വ്യാജമാണ് എന്നാണല്ലോ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്. കത്ത് എഴുതി വരെ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞൊക്കെ റെഡിയാ. ഇതിനിടയ്ക്ക് ലാസ്റ്റ് സംസാരം വന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, മോൻ പേടിക്കണ്ട, ഇങ്ങനെ കുറേ സാമ്പത്തിക ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോൾ. അപ്പം കുറച്ച് പേരെ ഞങ്ങൾ കാണും, പക്ഷേ അപ്പോഴും അതിന് വ്യക്തമായിട്ടൊന്നും പറയില്ല. അതായത് മോൻ പേടിക്കേണ്ട, അത് വേറെ കേസാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അത് നമുക്കെന്നാ സ്ഥലത്തിൻ്റെ കേസും പറഞ്ഞു. അത് അപ്പം എന്നോട് പറഞ്ഞ മോൻ പേടിക്കൊന്നും വേണ്ട, ഒക്കെ റെഡിയാവും ഇന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതർത്ഥത്തിലാണ് അച്ഛൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എപ്പോഴാണ് ഈ കത്ത് കണ്ടെത്തുന്നത് വിജേഷ്? പത്മജ മരണം കഴിഞ്ഞ് ആ ദിവസം തന്നെ ഈ കത്ത് കിട്ടിയോ, അതോ നിങ്ങൾ പരിധി നോക്കിയോ? ഞാനും ഹോസ്പിറ്റലിലായിരുന്നു. മരിച്ചതിന് ശേഷം രാത്രിയോട് കൂടിയിട്ടാണ് ഞാനും മക്കളും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴാണിത് കണ്ടത്. പക്ഷെ അപ്പോൾ കത്ത് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചതിന്റെ കാരണം? ഞാനാണ് ഫസ്റ്റ് കണ്ടത്. ആ സമയത്തെ കത്ത് പോലീസിനെയോ മറ്റാരെയും ഏൽപ്പിക്കേണ്ടതില്ലെന്നുള്ളതിന്റെ കാരണം? അതിനകത്ത് അത് ഹസ്ബൻഡിന് എഴുതിയ കത്തായിരുന്നു ഫസ്റ്റ് കണ്ടത്. അപ്പം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 10 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റാരും അറിയരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു.